ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് രുചികരമായ ഒരു പനീർ കറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗീ റൈസിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കുഴിവെള്ള പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് 200 ഗ്രാം പനീർ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. അതിനുശേഷം ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കല്ലിച്ച് പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നത്. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. പനീർ ഫ്രൈ ചെയ്ത എണ്ണ ചേർത്താലും മതി. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിനുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും പച്ചമുളകും നല്ലതുപോലെ വാടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം നിറം മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറണം. അതിനുശേഷം ഇതിലേക്ക് 6-7 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് തണ്ടോടുകൂടി തന്നെ ചേർക്കുക. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ചൂടാകേണ്ട ആവശ്യമില്ല. ഈ മസാലയിൽ കിടന്ന് തന്നെ അത് പാകമാകും. ഇപ്പോൾ മസാലയെല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ മസാല എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പശുവിൻ പാലിൽ കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കുക. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ 1/4 കപ്പ് പാല് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ അകത്ത് പറ്റിയിരിക്കുന്ന അരപ്പ് ബാക്കി വെച്ചിരിക്കുന്ന പശുവിൻ പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അഴിപ്പിച്ച് ചേർക്കാം. ജാറിലെ അരപ്പ് അഴിപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ 1/4 കപ്പ് പശുവിൻ പാലാണ് ചേർത്തത് കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പനീർ ഫ്രൈ ചെയ്ത എണ്ണ അതാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 2 ബേ ലീഫ് ചേർക്കാം, 1 കഷ്ണം പട്ട, 2 ഏലക്ക, പിന്നെ 2-3 ഗ്രാമ്പും കൂടി ചേർത്തിട്ടൊന്ന് ചൂടാക്കാം. മസാല നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഹീറ്റിൽ ഈ അരപ്പൊന്ന് നല്ലതുപോലെ ചൂടാക്കാം. 3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം. ഈ അരപ്പ് നല്ലതുപോലെ തിളക്കുന്നത് വരെ ചൂടാക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഈ മസാല നല്ലതുപോലെ തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ്. ഇതുവരെ നമ്മൾ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം.
ഇനി ഇതിലേക്ക് ചൂടുവെള്ളം അല്പം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം ആദ്യം ചേർത്തിട്ട് ഈ മസാലയുമായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഗ്രേവിക്ക് വേണ്ട വെള്ളം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഇത് മൂടി വെച്ചൊരു 3 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അരപ്പിൽ എണ്ണയൊക്കെ തിളങ്ങി നിൽക്കുന്നത് കാണാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം പനീർ ചേർക്കാൻ കേട്ടോ. പനീർ ചേർത്തതിന് ശേഷം മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി ഈ അരപ്പും ക്രീമുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ക്രീമെല്ലാം നല്ലതുപോലെ ഈ അരപ്പുമായി മിക്സ് ആകണം. ഇപ്പോൾ ക്രീമെല്ലാം നല്ലതുപോലെ അരപ്പുമായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തക്കാളിയിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കസൂരി മെത്തി ചൂടാക്കി പൊടിച്ചത് ഇതിലേക്ക് തൂവി കൊടുക്കാം. 1/4 ടീസ്പൂൺ ജാതിക്ക പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി ചൂടാക്കാം. ഈ സമയത്ത് ഉപ്പ് പാകമാണെന്ന് നോക്കിയിട്ട് പോരാത്തതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പനീർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പനീർ കൊണ്ടുള്ള കറി ഇഷ്ടമല്ലാത്തവർക്കും ഈ കറി ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.